എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് ഇസ്രയേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ശ്രവിക്കാം. മത്തായിയുടെ സുവിശേഷം 8:10. അത് കേട്ടിട്ട് യേശു അതിശയിച്ചു ചെല്ലുന്നവരോട് പറഞ്ഞത്, ഇസ്രയേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. തൻ്റെ ദാസനെ സുഖപ്പെടുത്താൻ ആവശ്യപ്പെട്ട് യേശുവിനെ സമീപിച്ച റോമൻ ശതാധിപൻ്റെ കഥയുടെ ഭാഗമാണിത്. തൻ്റെ വീട്ടിൽ വരേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ശതാധിപൻ അസാധാരണമായ വിശ്വാസം പ്രകടിപ്പിച്ചു. പകരം വചനം പറഞ്ഞുകൊണ്ട് ദാസനെ സുഖപ്പെടുത്താൻ യേശുവിന് കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. യേശു ഗിരിപ്രഭാഷണം നടത്തുകയും തൻ്റെ അധികാരവും അനുകമ്പയും പ്രകടിപ്പിക്കുന്നതിനായി അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഇത് സംഭവിക്കുന്നത്. ചുറ്റുമുള്ള വാക്യങ്ങളിൽ ഇസ്രയേലിലെ അനേകർക്കിടയിലുള്ള വിശ്വാസമില്ലായ്മയുമായി താരതമ്യം ചെയ്യുന്നു. ശതാധിപൻ്റെ വിശ്വാസത്തിൽ യേശു അത്ഭുതപ്പെടുന്നു. യേശു തൻ്റെ ശക്തി പ്രകടമാക്കുകയും ശതാധിപന്മാരുടെ വിശ്വാസത്തെ മാനിക്കുകയും ചെയ്തുകൊണ്ട് ദാസനെ ദൂരെ നിന്ന് സുഖപ്പെടുത്തുന്നു. ശതാധിപൻ്റെ വിശ്വാസം യഹൂദന്മാർ കണ്ടതിനേക്കാൾ എത്രയോ വലിയ വിശ്വാസമായിരുന്നു. ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് മറ്റൊരുവനോടുള്ള സ്നേഹപൂർണമായ കരുതൽ അവൻ വെളിപ്പെടുത്തി. ഈ സംഭവത്തെ വിശ്വസിക്കാത്ത യഹൂദന്മാരുമായി ക്രിസ്തു ബന്ധിപ്പിക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കാതെയും മാനുഷിക പാരമ്പര്യങ്ങളെ അനുസരിച്ച് ജീവിക്കുന്നതിനാൽ നാം ദൈവരാജ്യത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു പോകും എന്ന് ഈ സംഭവം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ശതാധിപൻ്റെ വിശ്വാസം യേശുവിനെ വിസ്മയിപ്പിച്ചത് യേശുവിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടല്ല, മറിച്ച് അത്തരം വിശ്വാസം അപൂർവമായതുകൊണ്ടാണ്, പ്രത്യേകിച്ച് ഒരു വിജാതീയനിൽ നിന്ന്. ശതാധിപൻ യേശുവിൻ്റെ ദൈവീക അധികാരം തിരിച്ചറിഞ്ഞു. ഒരു പടയാളി ഒരു കൽപ്പന അനുസരിക്കുന്നത് പോലെ സുഖപ്പെടുത്താൻ അവൻ്റെ വാക്കുമാത്രം മതിയെന്ന് മനസ്സിലാക്കി. ഇത്രയും വലിയ വിശ്വാസമുള്ള ആരെയും ഇസ്രയേലിൽ ഞാൻ കണ്ടെത്തിയിട്ടില്ല എന്ന പ്രസ്താവന ശതാധിപനും വിജാതീയനും യേശുവിൻ്റെ അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടും അവനെ സംശയിച്ച പല ഇസ്രയേല്യരും തമ്മിലുള്ള വ്യത്യാസം എടുത്തു കാണിക്കുന്നു. വിശ്വാസമെന്നത് ദേശീയതയോ മതപശ്ചാത്തലമോ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ അധികാരത്തെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതാണ് എന്ന് അടിവരയിടുന്നു. യഥാർത്ഥ വിശ്വാസം സാംസ്കാരികമോ സാമൂഹികമോ മതപരമോ ആയ അതിരുകൾക്ക് അതീതമാണെന്ന് നാം മനസ്സിലാക്കണം. അടയാളങ്ങളോ തെളിവുകളോ ആവശ്യമില്ലാതെ ദൈവവചനത്തിൽ ആശ്രയിക്കണം. ദൈവത്തിൻ്റെ ആ യോഗ്യത അംഗീകരിച്ചുകൊണ്ട് താഴ്മയോടെ അവനെ സമീപിക്കുക. സ്നേഹപിതാവേ, എളിമയും ദൈവവചനത്തിലുള്ള വിശ്വാസവുമാണ് ശക്തവും പ്രശംസനീയവുമായ വിശ്വാസത്തിൻ്റെ പ്രധാന വശങ്ങളെന്ന് തിരിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.